സുഖേട്ട സുഖേട്ട ഓഫീസിൽ പോണ്ടേ? ഒരു പത്രം കിട്ടാൻ എന്താ വഴി? ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. സുഖേട്ടനൊന്നും അറിയണ്ട. ഓ, ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലുണ്ട്. ഇനി നമ്മുടെ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ. സുഖേട്ടാ, സുഖേട്ടന് കുറച്ചു ദിവസം ലീവ് എടുത്തൂടെ? അവിടുന്ന് സുഖേട്ടന്റെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാണ്ട് മെലിഞ്ഞുപോയി, ഒത്തിരി കറക്കുകയും ചെയ്തു. ഞാൻ ആദ്യമേ കറുപ്പായിരുന്നില്ലേ? ആര്? സുഖേട്ടനോ? കൊള്ളാം. എന്നെ പെണ്ണ് കാണാൻ വരുമ്പോ നല്ല വെളുത്തിട്ടായിരുന്നു. ഇപ്പൊ വെയിലുകൊണ്ട് ആകെ വാടിപ്പോയില്ലേ. കുറച്ചു ദിവസം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് വിശ്രമം എടുക്കണം. എന്തേ? അല്ല, ഞാൻ ഓർക്കായിരുന്നു, സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തനി മമ്മൂട്ടിയാ. കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കണം. വേണം. ഈ വീടിന് 850 രൂപയാ വാടക. ഓ, അത്ര കൂടുതലൊന്നുമല്ല. അതിന് മാത്രമുള്ള സൗകര്യങ്ങളും ഇല്ലേ? എങ്ങനെ കൊടുക്കുമെന്നാ? ഒക്കെ നടക്കും. മോളെ നീക്ക്. നേരെ എത്രയെന്നറിയോ? നീക്ക്. പാലില്ല കേട്ടോ സുഖേട്ടാ, കട്ടൻ കാപ്പി തരാം. നമ്മൾ എന്തിനാ ഇവിടെ വന്ന്? നമ്മുടെ വീട്ടിലേക്ക് ഇനി എപ്പോഴാ പോവാ? ഇനി മുതൽ ഇതാ നമ്മുടെ വീട്. അകത്ത് എന്നിരുന്ന് പഠിക്കേ. അച്ഛനോട് ഒന്ന് കുളിക്കാൻ പറ. എല്ലാ ദിവസവും ഞങ്ങൾക്കും വേണം പാല്. ദേ ആ വീടാ. ഇപ്പഴുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇട്ടേ നന്നായിരുന്നു. ഇപ്പൊ ഉണ്ടാവില്ല. ആ കൊടുക്കടോ, പെട്ടെന്ന് ഇപ്പൊ പാലിന് അവരെവിടെ പോവാനാ? ഞാൻ പോയിട്ട് വരാം. രാത്രിയിൽ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ കേട്ടു. പക്ഷെ കള്ളന്മാരായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങള് കതവ് തുറന്നില്ല. എന്റെ പേര് ജിജി ഡാനിയൽ. ഞാൻ കാഞ്ചന. സ്വീറ്റ് നെയിം. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസം? രാത്രി മുഴുവൻ ഒരു പട്ടി കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അത് ഡോക്ടർ മത്തായിയുടെ വീട്. അതിനപ്പുറത്ത് ലോ സെക്രട്ടറി കരുണാകരൻ നായർ. ഇത് PWD കോൺട്രാക്ടർ ലക്ഷ്മണൻ പിള്ള. അതിനപ്പുറത്ത് അഡ്വക്കേറ്റ് കുറുപ്പ്. കാഞ്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കാഞ്ചിയല്ല, കാഞ്ചന. കാഞ്ചിന്ന് വിളിക്കാനാ സൗകര്യം. ഹസ്ബൻഡ്? ഹസ്ബൻഡ് മൂപ്പര് എഞ്ചിനീയറാ. PWD? അല്ല, PWD എഞ്ചിനീയർ ആണോ? എങ്കിൽ ഞങ്ങൾ ഈ കോളനിക്കാർക്ക് അദ്ദേഹത്തോട് ചില പരാതികളൊക്കെ പറയാനുണ്ട്. ആ എഞ്ചിനീയർ അല്ല, ഇത് വലിയൊരു കമ്പനി. അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാവും. ബൈ മോം. ബൈ മോനു, ബി കെയർഫുൾ. ഓക്കേ. മോനാ? ഭർത്താവ്? ഞാനും ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു. പല പല ബിസിനസ്സുകൾ. ഇപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്തു. അവിടെയായിരുന്നപ്പോ പുള്ളിക്കാരന് കരാട്ടയില് ബ്ലൂ ബെൽറ്റ് കിട്ടിയതാ. ഇപ്പൊ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് കോളനിയിലെ പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുക. അപ്പോ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, വീട്ടിലെത്തിയ ഉടനെ കുളിക്കരുത്. ബോഡി തണുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കുളിക്കാവൂ. എല്ലാവരും ഇഷ്ടേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? 14.